എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ദൃശ്യ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനമാണ്. കാട്ടക്കടയിൽ പുതുതായിട്ട് ഒരു ദൃശ്യാനുഭവമായി ദൃശ്യ സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. കാട്ടക്കട KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്താണ് പുതിയ ദൃശ്യ സ്റ്റുഡിയോയുടെ ഓഫീസ് വരുന്നത്. ദൃശ്യ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം 2026 മെയ് 8 രാവിലെ 10 മണിക്ക് നടന്നു. പ്രശസ്ത സിനിമ സീരിയൽ താരങ്ങളും രാഷ്ട്രീയ പ്രമുഖരും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാവരും ഉണ്ടായിരുന്നു. ഉദ്ഘാടനം നടന്നത് ഏറെ വ്യത്യസ്തനായ ഒരാളാണ് മുഹമ്മദ് ഹനീഫ. പുള്ളിക്കാരൻ നമ്മുടെ KSRTC സ്റ്റാൻഡിലേക്ക് കയറുന്ന വഴിക്ക് കപ്പലണ്ടി കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഉദ്ഘാടനത്തിൻ്റെ വീഡിയോകൾ കാണാം. ഇവരുടെ സേവനങ്ങൾ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി, സിനിമാറ്റിക് വീഡിയോകൾ, ഈവൻ്റ് കവറേജ് തുടങ്ങിയ എല്ലാ ആധുനിക സാങ്കേതിക വിദ്യകളോടും കൂടിയാണ് സേവനങ്ങളാണ് ഇവർ നൽകി വരുന്നത്. എന്തായാലും ദൃശ്യ സ്റ്റുഡിയോയ്ക്ക് എല്ലാവിധ ആശംസകളും. പ്രത്യേകിച്ച് ബിനിച്ചേട്ടന്. വീഡിയോ കാണാം. വ്യാപാരികൾക്ക് അല്ലെങ്കിൽ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന എല്ലാവർക്കും ഒരു മാതൃക, ഒരു പ്രചോദനമൊക്കെയാണ് അതുകൊണ്ട്. അപ്പോൾ ഒരുപക്ഷെ പറയുമ്പോൾ ചിലർക്കെങ്കിലും ആ മുഖം ഓർമ്മ ഉണ്ടായേക്കാം. എങ്കിലും അറിയാത്തവർക്കായി പറയുകയാണ്, ഈ മതിലിന്റെ അങ്ങേയറ്റത്ത് ഒരു കപ്പലിന്റെ തട്ട് വെച്ചിട്ട് ഒരു മാമൻ, വളരെ എനിക്ക് സന്തോഷം തോന്നുകയാണ് വാക്ക് പറയാൻ. ആ മാമനാണെന്ന് നമുക്ക് ഇത് റിബൺ മുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. നിറഞ്ഞ സ്നേഹത്തോടു കൂടി നമ്മൾ അദ്ദേഹത്തെ ചേർത്ത് വെക്കുകയാണ്. ഇദ്ദേഹമാണ് ഇന്ന് നമുക്ക് ഒരു പുതിയ റിബൺ കട്ട് ചെയ്ത് ഗുരുമാഷിന് ഒരു വാതായനം തുറന്നു കൊടുക്കുന്നത്. നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് മോമനെ. ഇത് ഞങ്ങളുടെ ഇഷ്ടമാണ്, ഇത് ഞങ്ങളുടെ സ്നേഹമാണ്, ഇത് ഞങ്ങളുടെ ഹൃദയമാണ്. ഇത് ഞങ്ങൾ വിശ്വഗുരു തന്നെ അദ്ദേഹത്തിന് വേണ്ടി എടുത്ത ഒരു മൊമെന്റ്സിലെടുത്തൊരു പടമാണ്. അദ്ദേഹത്തോട് തന്നെ അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് ആ ചിത്രം. അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പോസ്റ്റർ അടിക്കാൻ വേണ്ടി എടുത്തൊരു ചിത്രമാണ്. ഇദ്ദേഹം തന്നെയാണോ അതിന്റെ പോസ്റ്റേഴ്സിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തതും ഡിസൈൻ ചെയ്തത്. അപ്പം മുതലുള്ള ബന്ധമാണ്. അതുപോലെ ചേട്ടൻ ഒരു സംഭവം എന്റെ വണ്ടിയിൽ കിടന്നിട്ടുണ്ട്. ചേർത്ത് വെക്കുകയാണ് പ്രിയപ്പെട്ടവനെ. കാട്ടാക്കടയുടെ ജനനായകൻ കുമാർ നയിച്ചതിന് സ്റ്റുഡിയോയുടെ സ്നേഹിതാദരം മൊമെന്റാണ്. അദ്ദേഹത്തിന്റെ ചിത്രം ഞാൻ എടുത്തതാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ചിത്രമാണ്. അത് നമ്മൾ അദ്ദേഹത്തിനെ കൊടുക്കുകയാണ്. ചേർത്തിരിക്കുന്നു. 20 വർഷത്തോളമായി ഇവിടെ കാട്ടാക്കട ദൃശ്യ സ്റ്റുഡിയോ തുടങ്ങിയിട്ട് 2006 ജൂൺ 6 ഞാൻ പാലോട് കൃഷ്ണസാറിന്റെ ബിൽഡിങ്ങിൽ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് 10 വർഷത്തിന് മുമ്പായിട്ട് പല സ്ഥാപനങ്ങളിലായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 20 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് കുറച്ചും കൂടി റോഡിലോട്ട് വരണം എന്നുള്ള ആഗ്രഹത്തിൽ കുറെ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു. അതിന് ഒരു അവസരം ഇപ്പോഴാണ് ഉണ്ടായത്. കട എടുത്തിട്ട് തന്നെ ഏകദേശം 1 വർഷത്തോളമായി. അത് ഉദ്ഘാടനം ചെയ്യാൻ ഇപ്പോഴാണ് സമയം ഉണ്ടായത്. ഉദ്ഘാടകൻ ആരെ എന്നുള്ള പലരെയും വിളിച്ചു. 2 പ്രാവശ്യം ഡേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് മാറ്റി വെച്ചിട്ട് 3ാമത്തെ ഡേറ്റാണ് ഞാൻ എടുത്തത്. പലരെയും വിളിച്ചിട്ട് എല്ലാരെയും വിളിച്ചു. അതില് ആരെ ഉദ്ഘാടനം ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്റെ മനസ്സിനകത്ത് ആദ്യം വന്നത് നമ്മുടെ മുഹമ്മദ് ഹനീഫ മാവനെയാണ്. കാരണം
ഞാൻ അദ്ദേഹത്തിനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം കാണുന്ന ഒരാളാണ്. ആ സുഖമില്ലാത്ത ഒരാള് അവിടെ നിന്ന് എന്റെ കടയിൽ ഫ്രണ്ടിൽ നിന്ന് ഒരു പെട്ടിയെടുത്ത് ചോദിക്കി അവിടെ കൊണ്ടുപോയി ആ ഒരു വെയിലത്തായിരുന്നാലും ഒരു മഴയത്തായിരുന്നാലും അദ്ദേഹം അവിടെ ഇരുന്ന് ആ 2 രൂപയ്ക്ക് 3 രൂപ തൊട്ട് 5, 10 അങ്ങനെ ആ ഒരു തലത്തിൽ വിട്ട് കപ്പണ്ടി വെച്ച് അദ്ദേഹം ഉപജീവനം കഴിയുന്ന അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്നൊരാഗ്രഹം എന്റെ മനസ്സിനകത്ത് തോന്നി. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. കാരണം എന്റെ മനസ്സിനകത്ത് അത് ശരിയായി തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതിനകത്ത് ചിലർക്കൊക്കെ എങ്കിലും ചിലപ്പം അത് അങ്ങനെ ചെയ്തെന്ന് തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ ഒന്നും പറയാനില്ല. ഞങ്ങളുടെ സുഹൃത്താണ്. ഞങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരും ചേർത്താണ് ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ ഒപ്പം നിൽക്കാറുള്ളത്. അപ്പൊ എന്റെ ഈ കാട്ടാക്കരയുടെ മണ്ണിൽ ഇത്തരം ഒരു പരിപാടിയുടെ ഭാഗമായി എനിക്ക് സന്തോഷമുണ്ട്. പുതിയ സ്ഥാപനത്തിലേക്ക് മാറ്റിയ ദൃശ്യ സ്റ്റുഡിയോയ്ക്ക് എല്ലാവിധ ആശംസകളും ഭാവുകളും നേരുന്നു. അതോടൊപ്പം ഇതിന്റെ എന്താ പറയാ, മുതലാളി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും ഭാവുകളും ഞാൻ നേരുന്നു. ഈ പറഞ്ഞ ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ഇലക്ഷൻ മുതലാണ് എനിക്ക് അദ്ദേഹത്തിന് പരിചയം ഉണ്ടായിരുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ അദ്ദേഹത്തിനെ തന്നെയായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു സ്ഥാപനം ഈ പറഞ്ഞ കല്യാണവും അതുപോലെ മറ്റെല്ലാ ഫംഗ്ഷൻസിലും വളരെ ഉപയോഗപ്രദമാവും എന്നുള്ളതും വളരെ ഈ എന്താ പറയുക എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ വളരെ ഉപയോഗപ്രദമാവുന്ന ഒരു സ്ഥാപനം തന്നെയായിരിക്കും ദൃശ്യ സ്റ്റുഡിയോ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഈ സ്ഥാപനത്തിന് ഒരുപാട് ഉയർച്ചകൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ദൃശ്യാബിനു. എൻ്റെ ദൃശ്യ സ്റ്റുഡിയോ ഇന്ന് 10 മണിക്ക് ബസ് സ്റ്റാൻഡിന് മുൻവശത്തായിട്ട് പുതുതായിട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷമായി ബസ് സ്റ്റാൻഡിൻ്റെ പുറകു സൈഡിൽ പാലക്കുള ലൈനിലായിരുന്നു എൻ്റെ സ്ഥാപനം. പല കസ്റ്റമേഴ്സിൻ്റെയും സുഹൃത്തുക്കളുടെയും ആവശ്യമായിരുന്നു ഞാൻ ബസ് സ്റ്റാൻഡിന് മുന്നിലോട്ട് വരണമെന്ന്, സ്ഥാപനം കുറച്ചും കൂടി വിപുലീകരിക്കണമെന്നുള്ളത്. അത് ഇന്ന് സാധിച്ചിരിക്കുകയാണ്. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സഹകരിച്ച എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഇതുവരെ എൻ്റെ കൂടെ സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും കസ്റ്റമേഴ്സിനും എല്ലാവർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തും. തുടർന്നും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്.